ആറ്റുകാൽ പൊങ്കാല, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ചടങ്ങ് എന്ന പേരിൽ വേൾഡ് റെക്കോർഡ് ഗിന്നസിന് അർഹതയുള്ള, അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഏത് വിശ്വാസമുള്ള സ്ത്രീക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ചടങ്ങാണ് ആറ്റുകാൽ പൊങ്കാല. നമ്മുടെ മനസ്സിലെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ് പൊങ്കാല എന്ന് പറഞ്ഞാൽ. പൊങ്കാല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിളപ്പിക്കുന്ന ഒരു സംഭവത്തിനാണല്ലോ പൊങ്കാല എന്ന് പറഞ്ഞാൽ, പൊങ്കാല ഇടുക എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലും അതിൻ്റേതായിട്ടുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണല്ലോ ഈ ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ അന്നത്തെ ദിവസം അവിടുത്തെ പുരുഷന്മാരൊക്കെ അവധിയിലായിരിക്കും, അതായത് വീട്ടിൽ സ്വസ്ഥം ആയിരിക്കും എന്നൊക്കെ ഒരു സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. പറഞ്ഞു വന്ന വിശേഷം അതല്ല. ഇപ്പം ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഞാനടക്കമുള്ള നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, ഒരു സിനിമ സീരിയൽ താരങ്ങളൊക്കെ പല നല്ല വസ്ത്രമൊക്കെ ഇട്ട് വന്നിട്ട്, പക്ഷേ ഒരു തരം നമുക്ക് മോശമാണെന്ന രീതിയിലല്ല നമ്മൾ സ്ത്രീജനങ്ങളെ വിദ്വേഷത്തിൻ്റെ ഒരു വാക്കുകൾ പറയുകയല്ല, സ്ത്രീജനങ്ങൾക്ക് എതിരായി സംസാരിക്കുകയല്ല. പക്ഷെ ഒരു പരിപാവന പുണ്യമായ ഭൂമി, ഒരു അന്തരീക്ഷം, അതുമായി ബന്ധപ്പെട്ടിട്ട് ദിവസങ്ങളോളം വ്രതെടുത്ത് വരുന്ന ആളുകൾ നല്ല പെരും വെയിലത്ത് നിന്ന് ആണ് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പല ആളുകളും ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇത് എപ്പോഴും ശബരിമലയായാലും ഈ ആറ്റുകാൽ പൊങ്കാലയായാലും ഒക്കെ ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നതിൽ എപ്പോഴും ഒരു ഭക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത്രയും മനസ്സിൽ ചിലപ്പോൾ ഒരുപാട് പ്രതീക്ഷകളും അല്ലെങ്കിൽ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി അത് ഭഗവതിയോട് പറഞ്ഞ് അതിനൊരു പരിഹാര കർമ്മം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടൊക്കെ ആത്മാർത്ഥമായി വന്ന് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളുണ്ട്. അതിനിടയിലാണ് ഇതുപോലത്തെ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത്, അതായത് ഇന്നലെ ഇപ്പോൾ കണ്ടു അവിടെ വന്ന് ആ ഡാൻസ് കളിക്കുന്നതിന് തെറ്റായെന്നല്ല പറഞ്ഞ്, ഓരോ സ്ഥലത്തിനും ഓരോരോ പരിമിതികൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഇപ്പോൾ സാരി എടുത്ത് വരുന്നവർ അവർ ഓട്ടോമാറ്റിക്കലി പൊങ്കാലിടണമെങ്കിൽ നമുക്കിങ്ങനെ കുമ്പിടുക കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ കുമ്പിടുമ്പോൾ ഒരു സ്ത്രീ കുമ്പിട്ട് നിൽക്കുന്നുണ്ടാവുന്ന അതിൻ്റെ ഏറ്റവും മുമ്പിൽ വന്നിട്ട് ഒരു പുരുഷൻ ക്യാമറയോട് നിൽക്കുമ്പോൾ അവർക്ക് തോന്നണം ഇത് എൻ്റെ ശരീരമാണ്, എൻ്റെ ശരീരത്തിനെ ഞാൻ അങ്ങനെ പൊതുവസ്തുവായിട്ട് കൊണ്ട് നടക്കേണ്ടതല്ല, ഞാൻ പരിഭാവനമായൊരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ആ ചടങ്ങിനെ ഞാൻ എൻ്റേതായ രീതിയിൽ തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല അവിടെ വന്നിട്ടുള്ളത്. ഞാൻ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ പോലും ഞാൻ വേറെ ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ എന്നെ കാണിക്കാനോ എൻ്റേതായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ അറിയിക്കാനോ വേണ്ടിയല്ല ഇവിടെ വന്നിട്ടുള്ള ഞാൻ ദേവിക്ക് വേണ്ടിയിട്ടുള്ള പൊങ്കാലിടാനാണ്. മറ്റൊന്നിലും ഞാൻ ഒരു സ്വീകാര്യമായ കാര്യങ്ങളും ഞാൻ സ്വീകരിക്കുന്നതല്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും വരുന്നുണ്ടല്ലോ പൊങ്കാലകളും കാര്യങ്ങളൊക്കെ. ആഘോഷങ്ങളാവാം, അടിച്ചുപൊളികളാവാം, എല്ലാം ആവാം. പക്ഷേ നമ്മളെപ്പോഴും ഈ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനടക്കമുള്ള ഏതാൾക്കാരായാലും ഇപ്പം ഇന്നലെ മുതൽ ആ കാണുന്നതെല്ലാം കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ, അതായത് ഈ സിനിമ സീരിയൽ താരങ്ങളുടെ ഒരു പകുതി ശരീരം പുറത്ത് കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രവേഷധാരണങ്ങളൊക്കെ ആയിട്ട് അതാണ് കൂടുതൽ. പൊങ്കാല എന്ന് പറയുന്ന ആ സംഭവത്തിനെ ഇപ്പോൾ നല്ല ചാനലുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതല്ലാതെ ഓൺലൈൻ മീഡിയയിൽ കൂടെ കംപ്ലീറ്റ് വരുന്നതും ഒരു ചെറിയ രീതിയിലുള്ള നഗ്നതാ പ്രദർശനം തന്നെയായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യുന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കണം തോന്നിയത് കൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് ഞാൻ സ്ത്രീകളെയോ സ്ത്രീപക്ഷത്തെയോ സ്ത്രീ സമൂഹത്തെയോ അധിക്ഷേപിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അധിക്ഷേപിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പറഞ്ഞ സ്ത്രീകളിലൂടെ വളർന്നു വരുന്ന ആളുകളാണ് ഒരു തലമുറ. നമ്മളൊക്കെ അല്ല, ഈ ലോകം തന്നെ നിലനിൽക്കുന്ന സ്ത്രീകളിലൂടെയാണ്. അപ്പോൾ നമ്മൾ ആ സ്ത്രീനെ ഒരിക്കലും അപമാനകരമായ രീതിയിലൊന്നും ചിത്രീകരിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ മാന്യതകളൊക്കെ പുലർത്തണമെന്നും വേറെ മോശമായി ചെയ്തതെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില വീഡിയോസുകളോട് നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം.